സാറിന്റെ പേര്? പേര് മധുസൂദനൻ നായർ. സാർ എങ്ങനെ ഈ റാം സിത്താവ കണ്ടുമുട്ടിയത്? ഞാൻ ഒരുപാട് ദൂരെ നിന്നാണ്, ഒരുപാട് ദൂരെ ആണ്, 1.5 മണിക്കൂർ യാത്ര ചെയ്താണ് ഇപ്പോൾ വന്നത്. സ്ഥലം തിരുവനന്തപുരത്തിനടുത്താണ്, കേരള. അപ്പോൾ കുമാരകോവിൽ ഒരിക്കൽ മാസം തോറും വരാറുണ്ട്. ഓ ശരി ശരി, വരാറുണ്ട്. അങ്ങനെ അവിടെ കുമാരകോവിൽ വന്ന് ഭഗവാനെ തൊഴുതിട്ട് ഇറങ്ങിയപ്പോൾ കാണാം ഇങ്ങനെ ഒരു വണ്ടിയിൽ ഈ മെഡിസിനുമായിട്ട് അവിടെ നിൽക്കുന്ന കണ്ടത്. കോപ്പി, തേയില വെള്ളം, മെഡിസിൻ അല്ല, മെഡിസിൻ ആയിട്ടല്ല. ഇത് റാം സിത്ത ജനസേവ അറക്കട്ടളை സാർബില് ഒരു ടീ കണ്ടത്. അപ്പൊ അത് വാങ്ങിച്ച് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്വാമി എടുത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞത് കഴിക്കുമ്പോൾ മാറ്റം വരും, നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് പൈസ ഇല്ലാത്തതുകൊണ്ട് 5 കവർ ആണ് വാങ്ങിയിട്ട് പോയത്. 5 ദിവസമായിട്ട് കഴിച്ചു. ഈ കഴിച്ച ദിവസം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര തൃപ്തിയാണ്. ശരീരത്തിനുള്ളിലൊക്കെ വളരെ പണ്ടുണ്ടായിരുന്നൊരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നല്ല ഫീലിംഗ് ഉണ്ടായി. അപ്പോഴെനിക്ക് തോന്നി സാറിനെ കാണണം, ഒന്ന് സംസാരിച്ച് തുടർന്ന് മരുന്ന് കഴിക്കണം, ഇതുകൊണ്ടുള്ള എന്ത് ബെനിഫിറ്റ് ഉണ്ടെന്നും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇന്നിപ്പോൾ സാറിനെ വിളിച്ചിട്ട് കാണാൻ വേണ്ടി വന്നത്. ഇപ്പൊ എന്തൊക്കെ അസ്വസ്ഥ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഇതിനു മുമ്പുള്ള അസ്വസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളിലെപ്പോഴും ഒരു എന്താ പറയുക, കഫത്തിൻ്റെ ഒരു ശല്യം ഉണ്ടായിരുന്നു. ഈ പിന്നെ വലത് സൈഡിൽ ചെറിയൊരു വേദന കൂടെ വരുമായിരുന്നു. പിന്നെ കാതിനകത്തുള്ള ഒരു ഇറിറ്റേഷൻസ് കൊണ്ട് ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്നും ഇല്ല. ഈ ടീ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത് മരുന്നല്ല, ഇത് വെറും ടീ ആണ് കഴിച്ചോണ്ടിരുന്നു, കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ടീയുടെ പേര് റൂട്ട് ടീ. അത് കഴിച്ചോണ്ട് അങ്ങനെയാണ് എനിക്ക് പണ്ട് അവിടെ വെച്ച് തന്നെ ഞാൻ ഒരു കാർഡും കിട്ടിയായിരുന്നു. അപ്പോൾ എന്നിട്ട് അതിനെ സെർച്ച് ചെയ്തെടുത്ത് ആ കാർഡ് വെച്ച് ഞാൻ യഥാർത്ഥത്തിൽ കൊണ്ട് വച്ചതിൻ്റെ ഒന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചില്ല. എന്തും അങ്ങനെ പിന്നെ അവസാനം ഞാൻ സെർച്ച് ചെയ്ത കാർഡ് കണ്ടെത്തി അങ്ങനെ വിളിച്ച് സാറിനെ കാണാൻ വേണ്ടി വന്നത്. പക്ഷെ അത് വളരെ നല്ല മരുന്നാണ്, നല്ല ടീ ആണ്. അത് കഴിക്കുമ്പോൾ ഉള്ളിൽ ആ അസ്വസ്ഥതയൊക്കെ മാറുന്നുണ്ട്. അല്ലാത്ത ഒരു പിന്നെ ഉറക്കത്തിന്റെ കാര്യത്തിലും അത് നേട്ടമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് മൊത്തത്തിൽ എന്തോ ഒരു ചേഞ്ച്, നല്ലൊരു മാറ്റം എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ആ അനുഭവമാണ് എന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം, എന്നെ കണ്ടതിന് ശേഷം എന്തൊക്കെ നിങ്ങൾക്ക് വന്ന് സാറിനെ കണ്ടതിന് ശേഷം സാറ് എൻ്റെ ദേഹത്ത് തൊട്ടുപോലും നാടിയൊന്ന് പിടിച്ച് നോക്കാതെ തന്നെ എൻ്റെ അസുഖങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊക്കെ പറഞ്ഞു. പക്ഷേ സാറ് പറഞ്ഞതൊക്കെ കറക്റ്റാണ്. പക്ഷെ അതൊക്കെ തന്നെയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായപ്പോൾ എൻ്റെ വിശ്വാസവും സന്തോഷവും ഒരുപാട് എനിക്ക് കൂടി എന്നുള്ളതാണ്. അപ്പൊ ഇതിക്ക് മുമ്പ് നിങ്ങൾ അസുഖങ്ങൾ വേറെ ഹോസ്പിറ്റലിലൊക്കെ പോയി നോക്കിയിട്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അലോപ്പതി ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതോട് വലിയ താല്പര്യമില്ല. അപ്പൊ എന്തെങ്കിലും എമർജൻസി വന്നാൽ പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ മാറുമ്പോൾ അപ്പോഴേ ഞാൻ അതങ്ങ് വച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഈ കാത് കടിയും പ്രശ്നങ്ങൾ തന്നെ 2-3 പ്രാവശ്യം ENT കൊണ്ട് കാണിച്ചപ്പോൾ അവര് ഞാൻ പറയുന്ന ഒന്നും ആ ഡോക്ടറെ സമ്മതിച്ചിട്ടില്ല. അവർ പറയണ അങ്ങനെയൊന്നും ഇല്ല, ഇതാണ് തോന്നലാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഈ ടീ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ പ്രശ്നമില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് ബെറ്ററാണ്, സാറിനെ കാണണം എന്ന് തോന്നി. അങ്ങനെയാണോ കാണാൻ വേണ്ടി വന്നു. അപ്പൊ ഈ അസുഖം അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തു, ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്താ? ഇല്ല, സാറ് അതിന് മറ്റവര് അത് എല്ലാം ടെക്നിക്കലായിട്ട് നോക്കിയിട്ടാണ് പറയുന്നത്. പക്ഷെ സാറ് അതൊന്നും ചെയ്തില്ല. എൻ്റെ മുഖം എന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത്, കാതിൻ്റെ പ്രശ്നങ്ങളും കഫത്തിൻ്റെ പ്രശ്നങ്ങളും വയറിൻ്റെ പ്രശ്നങ്ങളെല്ലാം എൻ്റെ മുഖം നോക്കി തന്നെ എന്നെ നോക്കി തന്നെ പറഞ്ഞത്. അല്ലാതെ എല്ലാം പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. ടെസ്റ്റിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. പറഞ്ഞതൊക്കെ കറക്റ്റായിരുന്നു. ഇത് എങ്ങനെ ഈ റാംസിത്തെ കുറിച്ച് എങ്ങനെ ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക്? റാംസിത്തെ കുറിച്ച് വളരെ സന്തോഷത്തിലാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഇത് കുറെ കൂടെ നന്നായിട്ട് വളർന്നു വരണം, കുറെ കൂടെ ആൾക്കാർക്ക് ഉപകാരമുള്ള ഒന്നായിട്ട് മാറണം, കുറെ ജീവൻ രക്ഷിക്കാൻ കഴിയണം എന്നുള്ള ഹെൽത്ത്. എല്ലാവരും രോഗത്തിനെ കുറിച്ച് ഇപ്പൊ ഒരു അഡ്വൈസ് ഇപ്പൊ എന്റെ അഡ്വൈസ് എന്ന് വെച്ചാൽ
ഇപ്പൊ റാം സിദ്ധാര അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും രോഗത്തിനെ കുറിച്ചാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരും ഹെൽത്തിനെ കുറിച്ച്, ആരോഗ്യത്തിനെ കുറിച്ച് ആരും സെർച്ച് ചെയ്യുന്നില്ല. അപ്പൊ ഈ രോഗവും കാര്യങ്ങളും സെർച്ച് ചെയ്ത് അത് പഠിക്കുന്ന ഡോക്ടർ പഠിക്കുന്നവർ പഠിക്കട്ടും, അത് അലോപ്പതി ആയിരിക്കട്ടും സിദ്ധാവായിരിക്കട്ടും യാതൊരു മരുത്തുവോ മെത്തേഡുണ്ടോ അതിലുള്ളവർ പഠിക്കുന്നവർക്ക് അത് ആവശ്യം. ജനത്തിന് അസുഖത്തിനെ കുറിച്ചുള്ള ചിന്ത വേണ്ട, അവരവരെ ആരോഗ്യത്തിനെ കുറിച്ചുള്ള ചിന്ത. എന്റെ ഹെൽത്തിനെ എങ്ങനെ ജയിക്കണം, എന്റെ ഹെൽത്തിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒവ്വൊരാളും. ഇപ്പൊ സാറായാലും നിങ്ങളെ ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കണം. അപ്പൊ ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കണമെങ്കിൽ അതിനുള്ള അറിവാണ് നമ്മൾ നേടേണ്ടത്. അപ്പൊ ഈ അസുഖത്തിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ നേടാൻ ഭയമാണ് ഉണ്ടാവുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഭയം കൊണ്ട് അസുഖം കുറച്ചുകൂടെ കൂടുകയാണ്. അത് മാത്രമേ നമ്മളത് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഹെൽത്ത് വേണം, ഹെൽത്ത് കിട്ടിയാൽ മതി. അപ്പൊ ഹെൽത്തിന് നമ്മൾ എന്ത് കഴിക്കണം, അത് ആഹാരമായാലും ശരി, അത് മരുന്ന്. അപ്പൊ മരുന്ന് ആഹാരത്തിന് മരുന്ന് പോലെ കഴിക്കണം. ഇന്നത്തെ കാലം മരുന്നിന് ആഹാരം പോലെ കഴിക്കാം. അപ്പൊ എല്ലാ സിസ്റ്റം മാറി. അപ്പൊ ഇതിന് ജനത്തിന് നമ്മള് ഇപ്പൊ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഹെൽത്തിനെ കുറിച്ച് സാറും 4 ജനങ്ങളെടുത്ത് പറഞ്ഞു അവർക്ക് ഈ ബോധോദയം എന്ന് വെച്ചാൽ ജനത്തിന് അവയർനെസ് മാത്രം കിട്ടിയാൽ മതി. അവരവരുടെ ഹെൽത്ത് അവരവർ ഡെവലപ്പ് ചെയ്യും. എല്ലാത്തിനും മരുന്ന് വേണം, എല്ലാത്തിനും ആള് വേണം എന്നുള്ളതല്ല. പക്ഷെ ഈ അഡ്വൈസ് കേൾക്കാൻ ആള് വേണം, നല്ലത് പറഞ്ഞു തരാൻ ആള് വേണം. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റോടെയാണ് നമ്മൾ ജനത്തിന് ഒരു ബോധോദയം കൊടുക്കുന്ന ഒരു കാര്യമാണ് റാം സിദ്ധ ഹെൽത്ത് അവയർനെസ് സെന്റർ. അങ്ങനെ വെച്ചാണ് നമ്മൾ ഈ ജനത്തിന് എല്ലാവർക്കും അങ്ങനെ നമ്മൾ അതിനെ ജനത്തിന് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ടീയിലാണ്ട് ഒരു ടീയിൽ ഒരു ഹെൽത്ത് കിട്ടണം. അപ്പൊ നമുക്ക് അന്ന് ടീ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടും സാറിന്. അപ്പൊ ആ ഇമ്മ്യൂണിറ്റി പവർ, നോയ് എതിർപ്പ് ശക്തി നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ് നിങ്ങൾ അസുഖം മാറാൻ തുടങ്ങുന്നത്. ഇല്ലാതെ ഇതൊന്നും അസുഖങ്ങളല്ല, നമ്മുടെ ശരീരത്തിൽ വന്ന് എന്തോ ഒരു കുറവ് കൊണ്ടാണ് ഇങ്ങനെ. അപ്പൊ നമുക്ക് ശരീരത്തിൽ എന്ത് കിട്ടണോ അത് കിട്ടാതാവുമ്പോഴാണ് നമ്മളെ ശരീരത്തിൽ രോഗിയാവുന്നത്. ഇമ്മ്യൂണിറ്റി പവർ കിട്ടണം, എല്ലാം മാറും. പിന്നെ അത് മാത്രമല്ല, സാറിന്റെ ക്ലാസ്, സാറിന്റെ ആ ഉപദേശം, പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കുക. അത് എന്തായാലും നന്നായി നല്ല ഒരു അനുഭവമാണ്. നല്ല എല്ലാ ജനവും നല്ല ഹെൽത്ത് വൈസ് ഇപ്പൊ മരുത്വവും തെറ്റോ, യാതൊരു മരുത്വവും തെറ്റല്ല. അലോപ്പതി ആയാലും എല്ലാം, ഈ സിദ്ധായാലും ആയുർവേദ ആയാലും അലോപ്പതി ആയാലും ഇനോന ആയാലും എന്ത് ഹോമിയോപ്പതി ആയാലും എല്ലാ മെഡിസിൻ എല്ലാ മരുത്വവും ശരിയാണ്. ഈ ഡോക്ടേഴ്സ് പറയുന്ന രോഗങ്ങൾ കാര്യങ്ങൾ എല്ലാം ശരിയാണ്. പക്ഷേ ജനം നമ്മൾ രോഗി ആവണത് എങ്ങനെ, നമുക്ക് എന്ത് കഴിക്കണം എന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഹെൽത്തിന് വേണ്ടി കഴിക്കുന്നില്ല, നമ്മൾ വിശപ്പിനും രുചിക്കും അതാണ് കഴിക്കുന്നത്. അപ്പൊ തമിഴിൽ എന്ത് പറയും, പസിക്കും രുചിക്കും. മലയാളത്തില് വിശപ്പിനും രുചിക്കും വേണ്ടിയാണ് കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുമ്പോ നമ്മളെ ശരീരം എന്തെങ്കിലും അകത്തുള്ള അസുഖങ്ങളും കാര്യങ്ങളും അങ്ങനെയാണ് നമ്മളെ ഹെൽത്ത് വീക്കാണ്. അപ്പൊ നമുക്ക് കഴിക്കണതിൽ എന്ത് ഗുണമുണ്ട്, അപ്പൊ എങ്ങനെ ആഹാരം കഴിക്കണമെന്ന് നമ്മൾ അറിഞ്ഞ് അപ്പൊ യാതായാലും ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ രാത്രി ആഹാരം കഴിക്കാൻ പാടില്ല. രാവിലെ കഴിക്കാം, ഉച്ചയ്ക്ക് കഴിക്കാം, വൈകുന്നേരം കഴിക്കാം. 3 നേരത്തെ ആഹാരം നല്ല രീതിയിൽ കഴിക്കണം. പക്ഷെ രാത്രി കിടക്കാൻ പോണ നേരത്ത് ആഹാരം കഴിച്ചുകൊണ്ട് കിടന്ന അസുഖങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതുപോലത്തെ ഒவ்வொரு അഡ്വൈസുമാണ് ജനത്തിന് ആവശ്യം. സാർ ഇതൊക്കെ ധാരാളം ആൾക്കാരുടെ അടുത്ത് പറയാം. ഇല്ലാതെ കഴിക്കുന്ന ആഹാരം കഴിക്കരുതെന്നല്ല, എല്ലാവരും ആഹാരം കഴിക്കണം, എല്ലാവരും ആവശ്യത്തിനുള്ള മരുന്ന് കഴിക്കണം. അത് ഒவ்வொரு ഡോക്ടറിന്റെ അഡ്വൈസോടെ കഴിക്കണം മരുന്ന്. പക്ഷെ ഹെൽത്തിനുള്ള ആഹാരങ്ങൾ നമുക്ക് ഏത് നല്ലത് കെട്ടത് നോക്കി കഴിക്കാൻ പറ്റും. വേറെ എന്താ സാർ പറയാം? വേറെ എന്തോ പറയണ്ടേ, എന്തോ വളരെ സംതൃപ്തിയിലാണ് സാറിൻ്റെ ഉപദേശ കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ. നമ്മൾ ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്നൊക്കെ മണ്ടത്തരമാണ്. ശരി, അപ്പോ എല്ലാ ജനത്തിനും നന്മ ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനെ പ്രാർത്ഥിച്ച് സാർ വന്നതിനും ഇത്രയും പറഞ്ഞതിനും നന്ദി. ശരി, നമസ്കാരം.